നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നിയമസഭയിലെ 2026 തെരഞ്ഞെടുപ്പിൽ പല പ്രമുഖ TV ചാനലുകളും പല സർവേകളും നടത്തുകയും അതിൻ്റെ റിപ്പോർട്ട് അവർ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മിക്ക ചാനലുകളും അതിൻ്റെ അടുത്ത സമയത്ത് സർവേ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. ഒരു ചാനൽ പറയുന്നു LDF വരും, മറ്റൊരു ചാനൽ പറയുന്നു UDF വരും, വേറൊരു ചാനൽ പറയുന്നു ഇവർ രണ്ടും ഒപ്പത്തിനൊപ്പം നിൽക്കും, മറ്റൊരു ചാനൽ പറയുന്നു BJP കുറേ സീറ്റ് പിടിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ പല ചാനലുകളും പല രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിടുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് സത്യമാണോ? ഈ ചാനലുകൾ ഈ സർവേ നടത്തുമ്പോൾ റിപ്പോർട്ടുകൾ ഒരുപോലല്ലേ വരേണ്ടത്? ഇത് പല പാർട്ടികളെയും ജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ട് വരുമ്പോൾ അത് യഥാർത്ഥത്തിൽ സമൂഹത്തിൽ പല ദോഷങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. ചില ആൾക്കാർ, ഇപ്പോൾ വോട്ട് ചെയ്യുന്ന ചില ആൾക്കാർ, അവർ ചിന്തിക്കും ഞങ്ങൾ ജയിക്കുന്ന കക്ഷിക്ക് വോട്ട് ചെയ്യൂ. ചിലപ്പോൾ ഒരു 10% ആൾക്കാർ അങ്ങനെ ചിന്തിക്കാം. എന്തിനാ എൻ്റെ വോട്ട് പാഴാക്കുന്നത്? ഇന്ന ആളല്ലേ ജയിക്കുന്നത്, TV ചാനൽ അങ്ങനെയല്ലേ പറഞ്ഞു, അതുകൊണ്ട് ജയിക്കുന്ന കക്ഷിക്ക് വോട്ട് ചെയ്യാം, ജയിക്കുന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ കുറേ വോട്ടുകൾ അങ്ങോട്ട് മാറിപ്പോവും. അങ്ങനെ ഈ വോട്ടുകൾ പല രീതിയിൽ കൂട്ടത്തോടെ മാറുവാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇവരുടെ ഈ സർവേ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ ബാൻ ചെയ്യേണ്ടതാണ്. നിയമപ്രകാരം ഇത് നിരോധിക്കേണ്ടതാണ്. ഇങ്ങനെ ഒരു ഇലക്ഷന് മുമ്പ്, തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത്തരത്തിലുള്ള ഈ പ്രവചനങ്ങളും അല്ലെങ്കിൽ സർവേ റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ് ഇറക്കി വിടുന്ന സാധനങ്ങളൊക്കെ നമ്മൾ വളരെ സംശയത്തോടു കൂടിയാണ് വീക്ഷിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സർവേയും കാര്യങ്ങളും നടത്തുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ സർവേ എല്ലാം ഒരേ റിസൾട്ട് വേണം പറയേണ്ടത്. എല്ലാവരും മനുഷ്യരല്ലേ, അവർക്ക് ആ ഒരു ട്രെൻഡ് ഇപ്പോൾ ഇടതുപക്ഷം വരണമെന്നോ അല്ലെങ്കിൽ UDF വരണമെന്നോ അല്ലെങ്കിൽ BJP ഭരണം വരണമെന്നോ ഒരു സമൂഹം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ സമൂഹത്തിൽ ഒരു സർവേ നടത്തുമ്പോൾ ആ സർവേ നടത്തുന്നവർക്കെല്ലാം ഒരേ റിസൾട്ട് വേണം കിട്ടേണ്ടത്. ഇവിടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഈ പല ചാനലുകളും പല ആൾക്കാരാണ് ജയിക്കുന്നതൊക്കെ മുൻകൂട്ടി പ്രവചിക്കുകയും ജനങ്ങളുടെ വോട്ടിനെ സ്പ്ലിറ്റ് ചെയ്യാനും അതുപോലെ ജനങ്ങളെ സ്വതന്ത്രമായി ചിന്തിക്കാതിരിക്കാനും ഒക്കെ ഒരു സാഹചര്യം ഉടലെടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഓരോ പൗരന്മാരും അത് മനസ്സിലാക്കി വേണം ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യേണ്ടത്. നിങ്ങൾ ഒരു കാര്യം മാത്രം നോക്കുക, നല്ല സ്ഥാനാർത്ഥികളെ മാത്രം തിരഞ്ഞെടുക്കുക, പാർട്ടി നോക്കരുത്.